അപ്പൊ ഞങ്ങളിപ്പോ നേപ്പാളാണുള്ളത്. ഈ സ്ഥലത്തിന്റെ പേരെന്താ? നേപ്പാൾ പശുമതി മാർക്കറ്റ്. അപ്പൊ ഇവിടെ നമ്മളെ ID കാർഡൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മള് ഇതിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പൊ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി ചെക്കൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. ബോഡി ചെക്കിനുള്ള ക്യൂ ആണ്. നട്ടുച്ച സമയമാണ് 1:30. കോടയാണ് കോട വൺ തണുപ്പാണ്. ഇവിടുന്ന് ഉണ്ടാക്കിയതാ ആണോ? രസമല്ലേ ബാഗാണല്ലേ? അപ്പൊ നമ്മള് പൈസ ഇവിടെ പറ്റില്ല. കറൻസി ചേഞ്ച് ആക്കണം. നല്ല തണുപ്പുണ്ടല്ലേ? നട്ടുച്ച സമയല്ലേ ഇത്? നമ്മള് നേപ്പാളാണ്. പക്ഷെ തണുപ്പ് സഹിക്കൂലാണ്. കോട കോട. വണ്ടി സന്യാസിന്റെ ഫ്രണ്ട്സോ ബുദ്ധിസ്റ്റോ ഏതല്ലേ എന്തൊക്കെയൊക്കെ പറയണ്ട്. വീട് ഇങ്ങനെയൊക്കെയുള്ള ലൈഫ് കാണാം. അത് ശരിയാണ്. ലൈഫ് നടന്നു പോണം. ടാക്സി പോയിട്ട് ഒരു കാര്യമല്ല. നമ്മള് ഏതായാലും വിയർക്കൂല. അതെ. പോകൂ. നേപ്പാൾ ഹോട്ടലില് ഫുഡല്ല ചായ. എങ്ങനെയുണ്ട് ചായ? സെറ്റല്ലേ? അടിപൊളിയല്ലേ? തണുപ്പത്ത് നല്ല ചായ. നമ്മള് റൂമിലേക്ക് പോവാണ്. കറക്റ്റ് ഡാർജിലിംഗിലാണ് ഇപ്പോ. ഇതാണ് നമ്മളെ ഹോട്ടല്. ഇതാണ് നമ്മളെ റൂമ്. ഇതാണ് നമ്മളെ റൂമ്. ഇതിന്റെ അടിയിൽ ഒരു സ്ഥലം മിസ്സായിട്ടുണ്ട്. ഞങ്ങള് അങ്ങോട്ട് എത്താൻ കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ട് സ്ഥലം കറക്റ്റ് കിട്ടിയില്ല. അപ്പൊ ഇനി ഇവിടെ ഡാർജിലിംഗ് മാർക്കറ്റ് പോകുന്നുണ്ട്. അപ്പൊ മാർക്കറ്റിലെ വിശേഷങ്ങളായിട്ട് റൂമിനെ പറ്റി എന്താ എനിക്ക് പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. നല്ല വൃത്തിയുണ്ട്. ക്ലീൻ ആൻഡ് നീറ്റ്. അല്ലേട്ടന്ന ഇപ്പൊ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു ഫുഡ്. അല്ലേ? നല്ല ഫുഡ്. ചിക്കനൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് സൂര്യോദയം കാണാൻ പോവാണ്. അപ്പൊ സമയം 4:30 ആയിക്കണം. അപ്പൊ ഞങ്ങള് സൂര്യോദയം കാണാൻ പോവാണ്. അപ്പൊ അവിടുത്തെ ഒരു സംഭവം കാണിച്ചു. അപ്പൊ സൺറൈസ് കാണാൻ വേണ്ടിട്ട് പാതിരാന്നൊന്നും പറഞ്ഞിട്ടില്ല. രാവിലെയാണ്. ഭയങ്കര ഇരുട്ടാണ്. അപ്പൊ ഞങ്ങള് താഴെ വരെ നടന്നിട്ടാ പോണത്. അവിടെ എന്തോ ബ്ലോക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് നടന്നിട്ടാണ് പോണത്. സമയം കാണിക്കേ ഫോണില് നോക്കോ? ഫോണൊന്ന് കാണിച്ചു തരുമോ? കാണിച്ചു പോണു. അവള് സമയം കാണിച്ചു തരൂലല്ലോ. ഇവിടെ സമയം കാണിച്ചു തരൂലായിരുന്നു. ഇതെന്ത് ഇച്ച് കാണണ്ട. എൻ്റെ കുറഞ്ഞു എന്നോട് തെറ്റി.
ഇതല്ലേ നമ്മളെ വണ്ടികള്, ഇതന്നെ നമ്മളെ വണ്ടികള്. യെസ്, 1 2 3 4 5 വണ്ടികളുണ്ട്. ഞങ്ങൾ ഈ വണ്ടിയിൽ കയറിയിട്ടാണ് പോകുന്നത്. സൂര്യോദയം കാണാൻ വന്നിട്ട് ഹിമാലയാണ് കാണുന്നത്. മഞ്ഞുമല ഇതാണ് മഞ്ഞുമല. നല്ല രസമല്ലേ കാണാന്? പക്ഷെ സൂര്യനിവിടെ, സൂര്യോദയം കാണാൻ വന്നിട്ട് സൂര്യനെ കണ്ടില്ല. വരും ഹിമാലയൻ പർവ്വതം. അപ്പൊ ഞങ്ങള് സൂര്യനെ വെയിറ്റ് ചെയ്തിട്ടാണ് കാഞ്ചൻജംഗയുടെ കറക്റ്റ് വ്യൂ കാണാൻ വേണ്ടിട്ട്. ഇതുവരെ സൂര്യൻ ഉദിച്ചിട്ടില്ല. നല്ല 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 വ്യൂ അല്ലേ? ആ മലന്റെ ഒക്കെ ഒരു വ്യൂ ആണ്. ആ മലന്റെ ഒക്കെ ഒരു ഇത് നോക്കാം. അതെ, വ്ളോഗിൽ കയറില്ലേ? കൊറേ ഇറങ്ങി. വൺ തണുപ്പുണ്ട് അവിടെ. -4 അവിടുത്തെ ഡിഗ്രി. ഇവിടെ 14. അവിടെ ഞങ്ങള് അങ്ങോട്ട് പോണുണ്ട്, നദിലാബാസ് പോണുണ്ട്. അവിടെ -4 ആ ഇതന്നെ സഹിക്കാൻ കഴിയില്ല. കയ്യൊക്കെ മരവിച്ചാണ്. എല്ലായിടത്തും ചാടാടെ നിലത്ത് കിടക്ക. കാണിച്ചു. ഈ ചേച്ചി ലെമൺ ടീ ഉണ്ട് പറയുന്നുണ്ട്. നല്ല ലുക്കല്ലേ ഇവിടുത്തെ കാണാന് അല്ലേ? നല്ല ചെറുക്ക. നമ്മളെത്ര ഫൗണ്ടേഷൻ ഇട്ടാലും ചെറുക്കുണ്ടാവില്ല. അതെ അതെ, ഞങ്ങൾക്ക് എത്ര പൊട്ടിട്ടാലും ഇങ്ങനെ കയറാം. അതെ, പൊട്ടിട്ടിട്ടും കാര്യമൊന്നുമില്ല. മാസ്ക് എടുത്തുകൂടെ എനിക്ക്? ഓക്കെ ആയപ്പോ ഇങ്ങോട്ടാ നല്ല ഇങ്ങനെ തെളിഞ്ഞോണ്ട് വരുന്നുണ്ട്. ഈ മലന്റെ പേരെന്താ പറഞ്ഞ? കാഞ്ചൻജംഗ. സൂം ചെയ്ത ക്ലിയർ പോകും. ഇതാണ് ഇതിന്റെ ഒരു ഇപ്പത്തെ അവസ്ഥ. ഇപ്പൊ സമയം എത്രയാണ്? സമയം 5:45 ഇവിടെ സമയം. 5:45 ആയപ്പോത്തിന് ഇവിടെ 5:30 നേരം വിളിക്കൂലേ ജംഷീന? 4:30 നേരം വിളിക്കും ഇവിടെ. അതേപോലെ 5:30 ആകുമ്പോഴത്തെ പറ്റിരുട്ടാവും. 5:30 ആകുമ്പോഴത്തേന് ഒരു 7 മണിയാകുമ്പോഴത്തേന് നിശാബാങ്കും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ തുടങ്ങും. അതെ. ഞങ്ങള് സൂ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ ഇവക്ക് മങ്കിന്റെ കൂടെ ഫോട്ടോ എടുക്കണം. കാരണം ഒപ്പം ഏതായാലും ഒരു മങ്കി ഉണ്ട്. ഒപ്പല്ല, ഓളൊരു മങ്കിയാണ്. അപ്പൊ ഓളെ ഫ്രണ്ടിന്റെ കൂടെ ഒക്കെ ഒരു ഫോട്ടോ എടുക്കാൻ താല്പര്യം. അപ്പൊ ഞങ്ങള് ഒപ്പൊരു മങ്കി ഉണ്ടായിരുന്നു. ആരെ ബാക്കില്? അതാ മറാട്ട് പഠിക്കത്താ പെണ്ണല്ലേ? സൺറൈസ് വരുന്നുണ്ടല്ലേ? പതുക്കെ നല്ല അതിന്റെ ലൈറ്റ് ഒക്കെ നല്ല രസല്ലേ? എന്റെ വീഡിയോയില് കിട്ടുന്നുണ്ട്, സാധനം കിട്ടുന്നുണ്ട്. ബ്രൈറ്റ്നസ് കൂട്ടിയാ കിട്ടും. മല കിട്ടണോക്ക. മലയൊക്കെ ഇതില് പക്ക കിട്ടുന്നുണ്ട് ഫോണില്. ഫോണിക്കൊക്കെ അടി നോക്ക. സീൻ ലുക്ക്. ഏതാലേ വ്യൂക. രസമുണ്ടല്ലേ? ആ ജംഷീന നോക്ക്.
രസല്ലേ? ഇന്ത്യന്റെ പൊടിയോ? ക്രിയേറ്റിവിറ്റി ഏതാലേ കാണുന്ന ക്രിയേറ്റിവിറ്റി തന്നെ. ഇന്ത്യന്റെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അശോക ചക്രല്ലേ ചന്ദ്രന് വന്ന് നമുക്കത് വെള്ളയാക്കാം. വ്യൂ നോക്കിയാ ഇന്ത്യ നമുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്താലൊരു ഇതുള്ളൂ അല്ലേ? വീഡിയോയില് അത്ര ഒരു റൂമില്ല. ഇതിലാറ് നല്ല ക്ലിയർ ഉണ്ട് ഡയറക്റ്റ് കാണാൻ. എടി അങ്ങോട്ട് റെഡ് ഷേക്കണേ. അയ്യോ വായ്പ ചിലപ്പോ. ആ താഴത്തെ ഒരു സാധനം കിട്ടണം. എന്നാലേ അതിന്റെ നേക്കുള്ളൂ. ഏതാലേ യെസ്. പക്ഷെ അങ്ങോട്ട് നല്ല പൊക്ക നല്ല കോടൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റൂല. വണ്ണ ആൾക്കാരാണ്. ആൾക്കാര് നോക്കാം നമ്മള് നേരത്തെ കാണാതെ കൊറേ സാധനങ്ങള് ഇവിടെയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായില്ല. അതേപോലെ ഇവിടെ വക്കിലൊക്കെ ഇവിടൊക്കെ കൊറേ സാധനങ്ങൾ രസല്ലേ? വേറെ ഒരു മറ്റേ മരുഭൂമിന്റെ ഒക്കെ ഒരു ഫീൽ ഉണ്ട് വീഡിയോയില് കാണുമ്പോ. ഉണ്ട് അതുണ്ട്. അതാണ് നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റില്ല. ഇവിടെ ആൾക്കാരായതുകൊണ്ടേ. ആമത്തോടോ എവിടെ നല്ല രസല്ലേ ഇത്? ഇവിടെ ഈ സാധനം ആമത്തോട് നമുക്ക് മല കിടക്കണോ? ഏതല്ലേ സൂര്യപ്രകാശം വന്നിട്ടാണല്ലേ ഇത് കളർ മാറിക്കണ. കപ്പൊക്കെ വെള്ളം ഇനില്ലേ? അത്രയും ഭാഗം ഏതല്ലേ? നമുക്ക് പോണ്ടേ കിട്ടും നാളെ? ഇൻഷാല്ലാ നാളെ പോണം. ഡയലോഗ് എന്താ വെച്ചാല് മേഘം വരെ പറയണ്ടേ? അപ്പൊ എനിക്ക് വരുന്നില്ലത് നമുക്കറിയില്ലല്ലോ. അത് ശരിയാട്ടോ. മേഘം അടക്കം മലന്റെ താഴെയാണ്. അടിയിലാണ് മേഘം. അത് കിട്ടിയോ എന്നാ പറയാ. കട്ടാക്കേ പറഞ്ഞോ. അതായത് മേഘം വരെ കാഞ്ചിന്റെ അടിയിലാണ്. അതെ ഇതാണ് ദാറ്റ് വ്യൂ. കണ്ടോ അതിന് രണ്ടും പാടെ ഫോക്കസ് ആവണില്ല. മാസ്ക് ഒന്നും ഇവിടെ ഇടാതെ നിക്കാൻ കഴിയില്ല. ഭയങ്കര തണുപ്പാണ്. മാസ്ക് ഇടാതെ അല്ല നമ്മള് മാസ്ക് ഇടും വീഡിയോ എടുക്കാൻ വേണ്ടി. ജസ്റ്റ് തിരക്ക് ദിവസമാവാൻ തുടങ്ങി. കാഞ്ചിങ്ങനൊക്കെ തിരക്കുണ്ടപ്പോ. അതെ ഇപ്പൊ അതിന്റെ പൂർണ്ണ സ്ഥിതിക്ക് വന്നു. കളറൊക്കെ ചേഞ്ചായി. ഒറിജിനൽ കളറൊക്കെ വന്നു. സെറ്റ് ഇത്രയൊക്കെ നമ്മള് പ്രതീക്ഷിച്ചില്ല അല്ലേ? അന്തങ്ങോട്ട് വന്നിക്കണേ. ഗേസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവിടെ മഞ്ഞ് വീണിട്ടുണ്ട്. മഞ്ഞ് നോക്ക് ഇതിന്റെ ഒക്കെ കളറും ഒക്കെ അല്ലേ പുല്ലിന്റെ ഒക്കെ.